നോക്കൂ, അതിജീവിത എന്ന വാക്കിന്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ കോപ്രായങ്ങൾ കാട്ടുന്ന ഒരു കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് വൈറലാകാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അഭിമാനം, ജീവൻ എന്നതൊക്കെ ലിംഗവ്യത്യാസമില്ലാതെ കാണുമ്പോഴും നഷ്ടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ അതിജീവിതൻ എന്ന പ്രയോഗം അത്ര പ്രചാരത്തിലില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ദീപക് എന്ന മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ മാനസികമായി തകർന്ന അവസ്ഥയിൽ അതിജീവനം നേടാനാകാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എങ്കിൽ അതിജീവിതൻ എന്ന വാക്കിന് നമ്മൾ സ്പേസ് കൊടുത്തേ മതിയാകൂ. ഇന്നലെ ഉണ്ടായ സംഭവത്തിലൂടെ ഇനി ഉണ്ടാകാവുന്ന സത്യസന്ധമായ സംഭവങ്ങൾ പോലും മലിനപ്പെടാം. പക്ഷേ സധൈര്യം നിന്ന് നേരിടുക തന്നെ വേണം. അതിജീവിതൻ എന്ന പേരിൽ വരുന്ന സൈക്കോപാത്തുകളെ തീർച്ചയായും തിരിച്ചറിയണം. സോഷ്യൽ മീഡിയയിൽ അഞ്ജു പാർവതിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അധ്യാപികയും എഴുത്തുകാരിയുമാണ് അഞ്ജു പാർവതി. പോസ്റ്റ് വായിച്ച് ചില സ്വയം പ്രഖ്യാപിത അതിജീവന ചേട്ടന്മാർ പുളകം കൊള്ളാൻ വരട്ടെ. പോസ്റ്റ് വീണ്ടും വായിക്കുക. അന്നേരം നിങ്ങൾക്കതിൽ നിങ്ങളെ കണ്ടെത്താൻ കഴിയുമോ എന്നറിയാം. പോസ്റ്റ് ഇങ്ങനെയാണ്: ഇപ്പോൾ ഒരു വേട്ടപ്പട്ടി എക്സ്പോസ്ഡ് ആയിട്ടേ ഉള്ളൂ. എന്നാൽ നമുക്ക് ചുറ്റിലും ഡസൻ കണക്കിന് ഷിംജിത മോഡൽ വേട്ടക്കാരികൾ മനുഷ്യരക്തം പാനം ചെയ്യാനുള്ള ആസക്തിയോടെ മുറുമുറുത്ത് പല്ല് കടിച്ച് ഇരിപ്പുണ്ട്. സോ കോൾഡ് എഴുത്തുകാരികളായും ആക്ടിവിസ്റ്റുകളായും മാപ്രാച്ചികളായും ആക്രി അമാനവ ലിബറൽ ഓക്കിസ്റ്റുകളായും അവറ്റകൾ നമുക്ക് ചുറ്റിലും തന്നെയുണ്ട്. ഇന്നിപ്പോൾ കുരച്ചു ചാടിയാൽ ആൾക്കൂട്ടം കല്ലെറിഞ്ഞ് തുരത്തി ഓടിക്കും എന്നതുകൊണ്ട് മാത്രം അവറ്റകൾ മിണ്ടാതെ ഇരിക്കുകയാണ്. പല്ലിറുമി അരിശം തീർക്കുകയാണ്. ഈ വർഗത്തിന്റെ മുതലെടുപ്പ് കളികളെ ആട്ടിപ്പായിക്കാൻ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരുത്തി ലിവിംഗ് റിലേഷൻഷിപ്പ് എന്ന ഉപായത്തിൽ ഊന്നി നിന്ന് മാസങ്ങളോളം ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോയി കിടന്നിട്ട് ഒടുക്കം അടിച്ചു പിരിയുമ്പോൾ പുറത്തെടുക്കുന്ന മറ്റേ മീ ടു അല്ലെങ്കിൽ കോൾ ഔട്ട് പോസ്റ്റില്ലേ, അത് കാണുമ്പോൾ അർഹിച്ച അവജ്ഞയോടെ തിരിഞ്ഞു നടക്കുക. ഇവിടെ നീതി നിയമ സംവിധാനമുള്ളപ്പോൾ സോഷ്യൽ മീഡിയ വഴി വിധിയെഴുത്ത് നടത്തി അവനെയും അവന്റെ കുടുംബത്തെയും മോബ് ലിഞ്ചിങ്ങിന് ഇട്ടുകൊടുക്കാം എന്ന അവരുടെയൊക്കെ പൂതിയെ നാലായി മടക്കി ചവറ്റുകുട്ടയിൽ എറിഞ്ഞേക്കുക. നീതി തേടേണ്ടത് സോഷ്യൽ മീഡിയയിലല്ല. നിന്നെയൊക്കെ പെറ്റിട്ടത് ഈ വാളിന്റെ മൂലയിലല്ലോ. പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യേണ്ടത് നിയമ വഴിയിലൂടെയാണ്, അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയല്ല. ആ ബോധ്യം നമ്മൾക്കുണ്ടായേ തീരൂ. അതുപോലെ ഏതെങ്കിലും കണ്ടന്റ് ക്രിയേറ്റർ, ആണായാലും പെണ്ണായാലും, അടുത്ത ഒരാളുടെ വീഡിയോ എടുത്ത് അതിപ്പോൾ അയാൾ തെറ്റ് ചെയ്താലും അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടാലുടൻ തിക്കിത്തിരക്കി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാതെ ഇരിക്കുക. സ്വന്തം പേജ് പട്ടി പെറ്റുകിടക്കുന്ന സ്ഥിതിയിലെത്തുമ്പോൾ അവളൊക്കെ ഈ പരിപാടി വച്ചുപൂട്ടി സ്ഥലം വിടും. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചുറ്റിലും ഇനി മുതൽ ഒരു കണ്ണു വയ്ക്കുക. അഥവാ നിങ്ങൾ ആണുങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ ഒരു പെണ്ണ് വന്നിരുന്നാൽ ഉടനെ എണീറ്റ് പോവുക. കുറച്ചു നേരം ഇരുന്നില്ലെങ്കിലും സാരമില്ല. ഇരവാദം കേൾപ്പിക്കാൻ സാഹചര്യമില്ലാതെ ആക്കുക എന്നതാണ് ഏറ്റവും വലിയ പോംവഴി. ഇനി ഇപ്പോഴത്തെ കുറെ ഫേക്കിസ്റ്റ് ഫെമിനിസ്റ്റുകളുടെ പാവാട ചെടിൽ തൂങ്ങിയാടുന്ന ആണുങ്ങളോടാണ്. ഒത്താൽ ഗുൽമോഹർ ചോട്ടിൽ ഒരു കളി സ്വപ്നം കാണുന്ന നീയൊക്കെ ഒരു കാര്യം ഓർക്കുക. ഇവറ്റകൾ നിനക്കൊക്കെ തീറ്ററൊന്ന് പോറ്റുന്നത് സ്നേഹം കൊണ്ടോ കരുതൽ കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് അസലായിട്ട് വാലാട്ടി കുരയ്ക്കാൻ കുറെ പാവാട വള്ളികളെ വേണം. അവളുമാരെ സംബന്ധിച്ച് 1.5 ഡസൻ കാമുകന്മാരെ ഒരേ സമയം കാമിക്കുമ്പോൾ അവനൊക്കെ തേച്ചിട്ട് പോകും. അല്ലെങ്കിൽ നല്ല അസൽ കോഴി, പക്ഷേ കൈ നിറയെ കാശും പ്രിവിലേജും ഉണ്ടെന്ന ഒരേ ഒരു കാരണം കൊണ്ട് അങ്ങോട്ട് പോയി കോഴിയെ മുട്ടും. അവന് കാണും ഭാര്യയും പിള്ളാരും. അപ്പുറത്തെ സ്ത്രീയെ വഞ്ചിക്കാൻ ഒട്ടും മനസാക്ഷിക്കുത്തി ഇല്ലാത്ത ഇവളുമാർ അവനൊപ്പമുള്ള വഴിവിട്ട ജീവിതം മുന്നോട്ട് പോകുന്നത് സ്വപ്നം കാണും. അവനെ സംബന്ധിച്ച് അവൾ വെറും തേപ്പ് പെട്ടി അല്ലെങ്കിൽ കൊന്നുമേൽ ശാന്ത. ഓൻ തേച്ചിട്ട് പോകും. ഉടനെ കാറിക്കരഞ്ഞ് പോസ്റ്റിട്ട് മെഴുകും. ഉടനെ ഇറങ്ങും 1/2 ഡസൻ പുട്ടിയിട്ട ഗൾഫ് നാടൻ എഴുത്തുകാരികൾ. കൂട്ടത്തിൽ കേമി എഴുത്തുകാരി ഉടനെ പോസ്റ്റിടും: കോഴി കാരണം തകർന്നേ ഒരു പെണ്ണിന്റെ ജീവിതം, ഓളുടെ ട്രോമ കാണാൻ വയ്യേ എന്ന്. ഉടൻ പാവാട താങ്ങികൾ നിരന്നു നിന്ന് സപ്പോർട്ട മരം കുലുക്കും. ഇതാണ് ഇപ്പോഴത്തെ ഫേക്കിസ്റ്റ് സ്ത്രീപക്ഷ മോഡസ് ഓപ്പറാണ്ടി. പാവാട താങ്ങികളെ, നിന്നോടൊക്കെ പറയുന്നു. ഓളുമാരെ സംബന്ധിച്ച് ഡസൻ കണക്കിന് കാമുകന്മാർ തേച്ചതിൻ്റെയോ ഭർത്താക്കന്മാർ ഇട്ടിട്ട് പോയതിൻ്റെയോ ഒക്കെ പക സകല ആണുങ്ങളോട് തീർക്കുക എന്നത് മാത്രമാണ്. ആരെയെങ്കിലും കിട്ടാതെ വരുമ്പോൾ അവളൊക്കെ ഇട്ട് താങ്ങുന്നത് നിനക്കൊക്കെ ഇട്ടായിരിക്കും. അന്ന് മനസ്സിലാവും ഇവറ്റകളുടെ തനിക്കുണം. അപ്പോഴേക്കും ഇട്ടിരിക്കുന്ന കോണകം വരെ അവളുമാരുടെ കയ്യിലായിരിക്കും. അത്രയുള്ളൂ. ജസ്റ്റിസ് ഫോർ ദീപക്. അഞ്ജുവിൻ്റെ പോസ്റ്റ് ഇവിടെ കഴിയുന്നു. പോസ്റ്റിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നില്ല എങ്കിലും ഇത് എല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. സ്വാതന്ത്ര്യം കിട്ടി എന്ന പേരിൽ എന്തും കാട്ടിക്കൂട്ടുന്ന സ്ത്രീവർഗവും സ്ത്രീകളെ ഏത് രീതിയിലും ഉപയോഗ വസ്തുവായി കാണുന്ന പുരുഷ പ്രജകളും മനസ്സിലാക്കണം. ഇത്രേ പറയാനുള്ളൂ. കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലും പുലർത്തേണ്ട സുതാര്യതയും സത്യസന്ധതയും നഷ്ടപ്പെടുത്തുന്നവർക്ക് ആണായാലും പെണ്ണായാലും കാലം കാത്തുവയ്ക്കുന്നത് കഠിന പാഠങ്ങൾ തന്നെയായിരിക്കും.